ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ അഥവാ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായമായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുണ്ട്, അതുപോലെ ഓരോ സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാരുമുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അധികാരം ഇങ്ങനെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വീതിച്ച് നൽകിയിരിക്കുന്നത്? ഇന്ത്യ എന്തുകൊണ്ട് ഒരു ഫെഡറൽ രാഷ്ട്രമായി മാറി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലളിതമായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ ഭരണം കേന്ദ്രം, സംസ്ഥാനം എന്നിങ്ങനെ രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് ജനാധിപത്യം ഉറപ്പുവരുത്താൻ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യ ആശയങ്ങൾ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെയാണ് വൈവിധ്യവും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവുമായ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തെയാണ് പ്രാദേശിക പ്രാതിനിധ്യം. പ്രാദേശികമായ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൃത്യമായ പ്രാതിനിധ്യവും പരിഹാരവും ഉറപ്പാക്കാൻ കഴിയുന്നു. നാലാമത്തെയാണ് വിഘടനവാദ പ്രവണതകളെ ചെറുക്കാൻ. പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുന്നു. അഞ്ചാമത്തെയാണ് സുഷമമായ വികസനം. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ സാമ്പത്തിക വളർച്ചയും ക്ഷേമവും ഉറപ്പുവരുത്താൻ. കൂട്ടുകാരെ, നമ്മുടെ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 1 എടുത്തു നോക്കിയാൽ അവിടെ ഫെഡറേഷൻ എന്ന വാക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. പകരം എന്താണ് എഴുതിയിരിക്കുന്നത്? ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ്. ഇന്ത്യയുടെ ഭിന്നതകളിൽ ഏകാത്മകത അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിലനിർത്താനാണ് ഭരണഘടനാ ശില്പികൾ ഈ പദം ഉപയോഗിച്ചത്. അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? അധികാരം ഒരു കേന്ദ്ര സ്ഥാനത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമിടയിൽ ഭരണഘടനാപരമായി വിഭജിച്ച് നൽകുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസത്തിൻ്റെ പൊതുവായ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 69 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സവിശേഷതയാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. കേന്ദ്ര ഭരണകൂടത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഇന്ത്യയിൽ ഒരൊറ്റ ഭരണഘടന മാത്രമാണുള്ളത്. രണ്ടാമത്തെയാണ് ഭരണഘടനയുടെ പരമാധികാരം. രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിയമം ഭരണഘടനയാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അടുത്തതാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അഥവാ ഭേദഗതി ചെയ്യാനുള്ള പ്രധാന അധികാരങ്ങളും നിയന്ത്രണങ്ങളും കേന്ദ്ര പാർലമെൻറ്റിനാണ്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. കേന്ദ്രതലത്തിൽ 2 സഭകളുള്ള പാർലമെൻ്ററി സംവിധാനമാണുള്ളത്. അതാണ് ലോകസഭയും രാജ്യസഭയും. അടുത്തത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. ഭരണഘടന പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഭരണാധികാരങ്ങൾ വ്യക്തമായി വീതിച്ചു നൽകിയിട്ടുണ്ട്. അവയാണ് കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കോൺകറൻ്റ് ലിസ്റ്റ് തുടങ്ങിയവ. അടുത്ത സവിശേഷതയാണ് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളും കൂടുതൽ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. അടുത്തതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അടുത്തതാണ് അർദ്ധ ഫെഡറൽ സംവിധാനം, ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയും. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത്, ഒരു ഏകാത്മക സ്വഭാവത്തിന് മാറാൻ കേന്ദ്രത്തിന് അധികാരമുള്ളതിനാൽ ഇതിനെ അർദ്ധ ഫെഡറൽ സംവിധാനം എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള വ്യക്തമായ അധികാര വിഭജനമാണ്. ഇതിനായി ഭരണഘടനയിലെ 7-ാം പട്ടികയിൽ അധികാരങ്ങളെ 3 ലിസ്റ്റുകളായും അവശിഷ്ടാധികാരങ്ങളായും തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ലിസ്റ്റും വളരെ ലളിതമായി പഠിക്കാം. ആദ്യത്തെയാണ് യൂണിയൻ ലിസ്റ്റ്. അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രം സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയമാണിത്.
വിഷയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പരസ്യം തുടങ്ങിയ രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തതാണ് സംസ്ഥാന ലിസ്റ്റ്. അധികാരം. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ്. വിഷയങ്ങളുടെ എണ്ണം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണമാണ് കൃഷി, ഭൂമി, പോലീസ്, തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവ. മൂന്നാമത്തെയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അധികാരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ നിയമനിർമ്മാണ അധികാരമുള്ള പൊതുവിഷയങ്ങൾ. ശ്രദ്ധിക്കുക, ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ തർക്കമുണ്ടായാൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യമുണ്ടായിരിക്കുക. വിഷയങ്ങളുടെ എണ്ണം. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണമാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹ, ജനന, മരണ രജിസ്ട്രേഷനുകൾ. അവസാനത്തെയാണ് അവശിഷ്ട അധികാരങ്ങൾ. അധികാരം. മേൽപ്പറഞ്ഞ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത, ഭരണഘടന നിർമ്മിച്ച കാലത്ത് ഇല്ലാതിരുന്ന പുതിയ വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ, IT മേഖല തുടങ്ങിയവ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇന്ത്യൻ ഫെഡറലിസം, ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ, കൂടാതെ പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ ഏതൊക്കെയായിരുന്നവ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ. ഇവ വഴി അധികാരം എങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നു എന്നും നമ്മൾ കൃത്യമായി പഠിച്ചു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.